നമസ്കാരം, വെൽക്കം ടു വിപ്നാസ് ടേസ്റ്റി റെസിപ്പീസ്. ഇന്ന് ഞാനൊരു ചെമ്മീൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചെമ്മീൻ ബോൾ കറി. എപ്പോഴും ഒരേ രീതിയിൽ ചെമ്മീൻ കറിയൊക്കെ തയ്യാറാക്കുന്നവർക്ക് ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കാം. ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കുന്നതെന്ന്. ചെമ്മീൻ ബോൾ കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സവാള എടുത്തിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞതാണ്. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 2 പച്ചമുളകാണ്. ആവശ്യത്തിന് കറിവേപ്പില. ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/4 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. 2 കപ്പ് തേങ്ങാപ്പാൽ, പിന്നെ 8 ചുവന്നുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 1/2 ടീസ്പൂൺ മുളക് പൊടി. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെമ്മീനിലേക്ക് ചുവന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയും മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഒരു പേസ്റ്റ് ആക്കി എടുക്കണം. വെള്ളം ഒന്നും ചേർക്കരുത്, വേവിക്കാനും പാടില്ല. അങ്ങനെ ഒരു പേസ്റ്റ് ഉണ്ടാക്കുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ആദ്യം നമുക്ക് ചെമ്മീൻ ഒരു പേസ്റ്റ് ആക്കി എടുത്തിട്ട് വരാം. ചെമ്മീൻ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചെമ്മീനിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളിയും മുളക് പൊടിയും ഉപ്പും പിന്നെ വെള്ളം ഒന്നും ചേർക്കാതെ അരച്ചെടുത്ത പേസ്റ്റാണിത്. ഇങ്ങനെയാണ് പേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇൻഗ്രീഡിയൻസിൽ ഞാൻ കുറച്ച് പൗഡേഴ്സ് പറഞ്ഞിട്ടില്ല. അത് നമുക്ക് വഴിയെ നോക്കാം എന്തൊക്കെ പൗഡേഴ്സാണ് വേണ്ടുന്നതെന്ന്. ഈ പേസ്റ്റിന് ഇങ്ങനെ ഓരോ ബോൾസായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിങ്ങനെ ബോൾസാക്കി എടുക്കുമ്പോൾ കയ്യിലൊക്കെ ചെറുതായിട്ടൊന്ന് പറ്റിപ്പിടിക്കും. അതൊന്നും കുഴപ്പമില്ല. അപ്പം നമുക്ക് ഇങ്ങനെ ഓരോ ബോൾസായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാതെയും ഇതേപോലെ ബോൾസാക്കിയിട്ട് ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്തിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഫ്രൈ ചെയ്തിട്ടും ചെയ്യാം, ചെയ്യാതെയും നമുക്ക് ഗ്രേവിയിലേക്ക് ഇതേപോലെയുള്ള ചെമ്മീൻ ബോൾസ് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ചെമ്മീൻ ബോൾ കറി പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നതെന്ന്. ആദ്യമായിട്ട് ചെമ്മീൻ ബോൾസ് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ബോൾസ് അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അധിക നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കാരണം ചെമ്മീൻ അരച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ കറി തയ്യാറാക്കുമ്പോൾ കറിയിൽ കൂടി ഈ ചെമ്മീൻ ബോൾസ് ഇട്ടിട്ട് തിളപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അധിക നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ചെമ്മീൻ ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഏകദേശം 20ലധികം ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇഷ്ടത്തിനനുസരിച്ചുള്ള സൈസിൽ ചെമ്മീൻ ബോൾസ് ഉണ്ടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തിട്ട് ബാക്കി വന്ന ഓയിലിൽ തന്നെ സവാളയൊക്കെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഓയിലിലേക്ക് സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ചേർത്ത് കൊടുത്തത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മൈദ തീർത്തും ഓപ്ഷണലാണ്. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. കറിക്ക് കുറച്ചുകൂടെ തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദ ചേർക്കുന്നത്. പൊടികൾ മൂത്ത് വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തിട്ട് അധിക നേരം വഴറ്റേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് വാടി തുടങ്ങുമ്പം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഗ്രേവി കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ 3 കപ്പ് വരെ തേങ്ങാപ്പാൽ എടുക്കാം. കറി ചെറുതായിട്ട് തിളക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ചെമ്മീൻ ബോൾസ് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും പിന്നെ കറിവേപ്പിലയും ഇട്ടിട്ട് 2 മിനിറ്റ് കൂടെ തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചെമ്മീൻ ബോൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ കറി കാണുന്നതെങ്കിൽ വേഗം തന്നെ പോയിട്ട് റെഡിയാക്കിക്കോളൂ. ഇനി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസൊക്കെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ കമൻസും കൂടി എനിക്ക് വേണം. അപ്പോൾ വേറൊരു ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്